കുറേ സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പം സ്വാഭാവികമായിട്ടും നമ്മളെ സാധാരണക്കാർ നമ്മൾ അറിയണമെന്നില്ല. പക്ഷെ ഇത് പല കോമണേഴ്സും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്യൂ, അല്ലെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നു പണ്ട് തന്നെ ഈ MMS ക്ലിപ്പൊക്കെ വന്നു തുടങ്ങിയ സമയത്ത് തന്നെ, ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള സമയത്ത് ചില ഇതുപോലെ തന്നെ ഫേക്ക് ക്ലിപ്സ് ഒക്കെ വെച്ചിട്ട് കല്യാണമൊക്കെ മുടക്കിയിട്ടുണ്ട് ആൾക്കാർ. കല്യാണത്തിന് 2 ദിവസം മുന്നേ ഒക്കെ പെണ്ണിന്റെ ഇതേപോലെ തന്നെ നാട്ടിലൊക്കെ നാട്ടുമ്പുറത്തൊക്കെ ഇതേപോലെ സാമ്യമുള്ള കുട്ടിയുടെയൊക്കെ ഇങ്ങനത്തെ MMS ക്ലിപ്പൊക്കെ ഇറക്കിയിട്ട് കുട്ടീനെ പോലെ എവിടെയെങ്കിലും ഒക്കെ ചായ ഉണ്ടാവും, അങ്ങനത്തെ MMS ക്ലിപ്പൊക്കെ വന്നിട്ട് ഇത് കല്യാണത്തിന്റെ കറക്റ്റ് 2 ദിവസം മുന്നേ കൊണ്ട് ഇറക്കിയിട്ട് കല്യാണം മുടക്കി കളയും. ഓക്കെ, അതൊക്കെ കറക്റ്റ് അതിനെ എന്താ പറയണ്ടേ, ഇതൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് ഉള്ള എത്രയോ വർഷങ്ങളായിട്ടുള്ള സാധനങ്ങളാണ്. ഇത് എത്ര പേര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എത്ര പേര് ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനെ ഇതിനകത്ത് നമ്മളതിനെ എത്ര പേര് പുറത്തു പറയുന്നുള്ള ഇങ്ങനത്തെ ഒരു ഇഷ്യൂലൊക്കെ പെടുമ്പോൾ പലരും ഇതിപ്പോ കഴിഞ്ഞ ദിവസം വരെ ഹണി ട്രാപ്പ് ഒരു പുള്ളിയുടെ 2.5 കോടി രൂപയോളം ഒരു അദ്ദേഹത്തിന്റെ എനിക്കൊന്ന് 2.5 crore-ഓളം ഒരു വർഷത്തോളമായിട്ട് അവരെ അറസ്റ്റ് ചെയ്തു, ഒരു കപ്പിള്. അപ്പം ഇതൊക്കെ നടക്കുമ്പോഴല്ലെങ്കിൽ പുറത്ത് വാർത്തയായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയുന്നത്. അപ്പം ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് എക്സ്പീരിയൻസ് വന്നിട്ടില്ലല്ലോ അല്ലേ ഹണി ട്രാപ്പ്? അല്ല അങ്ങനെ ഉണ്ട്, ഞാൻ പറയില്ല. അല്ല, ബട്ട് ഇത് നല്ലൊരു റെലവെന്റ് ഒരു ടോപ്പിക് ആണ്. സോ അത് സൊസൈറ്റിയിൽ നല്ല രീതിയിൽ എത്തട്ടെ അല്ലെ. ഈ കൂട്ടത്തില് ധ്യാൻ ചേട്ടനെയൊക്കെ കൂടുതൽ തഗ് പറയുന്ന ആരാ? ഷാജു ചേട്ടാ? ധ്യാൻ തന്നെയാണ് പറയുന്നത്. ആണോ? ഈ അവിടെ നമ്മുടെ ലൊക്കേഷനിൽ ഇങ്ങനെയാണ് രാവിലെ 1-3 തഗ്, സീരിയസ്ലി ഞാനൊരു കോട്ടയുണ്ട് അത് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു. ആണോ? വടക്ക് നോക്കി യന്ത്രത്തില് ശ്രീനേട്ടൻ മറ്റേ വാഴച്ചോട്ടി കൊണ്ടുപോയി നിർത്തി കഥ പാറു ചേച്ചിയോട് പറയുന്ന പോലെ അങ്ങനെ പക്ഷെ ധ്യാൻ ചേട്ടന്റെ തെഗാണെന്ന് ധ്യാൻ ചേട്ടന്റെ തഗ്ഗാണ് മെയിൻ അല്ലേ? ധ്യാൻ ചേട്ടൻ എന്തോരം ഫാൻസാ ഉള്ളത്. ഇന്റർവ്യൂ തന്നെ കാണാൻ എത്ര പേരാ ഉള്ളത് അല്ലേ? അപ്പം ഇതുപോലെ ഇന്റർവ്യൂല് ഇങ്ങനെ കാണിക്കും. ഇപ്പൊ കോമ്പോസ് കുറെ പേരുണ്ടല്ലോ. ധ്യാൻ ചേട്ടന്റെ കൂടെ ഒരുപാട് കോമ്പോസ് ഉണ്ട്, ഇന്റർവ്യൂ കോമ്പോസ് ഉണ്ട്. അതുപോലെ ഇപ്പൊ ഷാലും ധ്യാൻ ചേട്ടനായിട്ട് കുറെ മൂവീസ് ഇപ്പൊ ചെയ്തിട്ടുണ്ട് അല്ലേ? 2 മൂവീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ബേസിൽ ധ്യാൻ, മണിക്കുട്ടൻ. ബേസിൽ ധ്യാൻ എന്ന് പറഞ്ഞപ്പോ ബേസിലേട്ടൻ ഏറിപ്പോയത് അറിഞ്ഞായിരുന്നോ? കഴിഞ്ഞ ദിവസം വിളിച്ചോ? എന്നിട്ട് അല്ല, അവനത് വേണം. സംഭവം നടന്നു പോയ ആളെ ഇവന് മനസ്സിലായിട്ടില്ല. എനിക്കൊന്നും ഇവനെ അറിയേയില്ല എന്നാ പുള്ളിക്ക്. ടോവിനോട് കമന്റ് കണ്ടായിരുന്നു. ടോവി എന്തോ ഇട്ടായിരുന്നു അതിൽ, അത് ഭയങ്കര വൈറലായിരുന്നു. കാരണം അത് എന്തുകൊണ്ട് ഇട്ടേന്നറിയോ? അതറിഞ്ഞിട്ടില്ല. ഇത് ആക്ച്വലി എയറിലാവാൻ കാരണം ബേസിലും ടോവിനോയും 2 പേരും കൂടി ഒന്ന് പൂജയ്ക്ക് പോയപ്പോ ഇങ്ങനെ തൊഴുകാൻ വേണ്ടി നിന്നപ്പോ ടോവിനോ അത് ചെയ്തപ്പോഴേക്കും അവരത് മാറിപ്പോയി. അപ്പൊ ടോവിനോ ചമ്മിപ്പോയി. അത് തന്നെയാണ് ഇപ്പൊ തിരിച്ച് ബേസിൽ വന്നത്. അതുകൊണ്ടാണ് അപ്പൊ ബേസിൽ നൈസായിട്ട് ഫുട്ബോളുകാരനോട് പറഞ്ഞിരുന്നത് അവനെ മൈൻഡ് ചെയ്യണ്ടല്ലേ. ഇത്തരത്തിലുള്ള അവഗണന ഉണ്ടാവുന്ന നല്ലതാണ്. അറിഞ്ഞിട്ടേ ഇല്ല, കേക്കണ്ട. അറിയാൻ വേണ്ടിയൊന്നും പറഞ്ഞത്. കാരണം ചില സമയങ്ങളിൽ അത് നമ്മൾ എന്തൊക്കെയോ ആയി എന്നൊക്കെയുള്ള ഒരു വിചാരം വരുമ്പോ അവനത് ആവശ്യമായിരുന്നു. ആണല്ലേ? ചില സമയങ്ങൾ ഞാനും അങ്ങനെ അവനെ പണിക്കാറുണ്ട്. ഫോണൊക്കെ വിളിക്കുമ്പോ കട്ട് ചെയ്ത് കളയാ, എടുക്കാതിരിക്കുക. ചില വലിയ ആൾക്കാരൊക്കെ ഇതുപോലൊക്കെ വിളിക്കുമ്പോഴേ നമ്മൾ ഫോൺ എടുത്തിട്ട് ഫോൺ കാണും. നമ്മളപ്പോ നമ്മള് തിരക്കാണെങ്കിൽ വേണ്ടി ഒരു 5 റിങ് അടിച്ചിട്ട് എന്നിട്ട് നമ്മള് എടുക്കൂല. ചേട്ടാ പറ, ഒരു പണിയില്ലാതെ ഇരിക്കും, ഏതെങ്കിലും സിനിമ ചെയ്യാൻ വേണ്ടി വിളിക്കായിരിക്കും. അപ്പോഴും നമ്മളെന്ത് ചെയ്യും, ഒരു അടുത്ത കോളിൽ ഫസ്റ്റ് കോളിൽ എടുക്കൂല. ചില ആൾക്കാരുണ്ട് അങ്ങനത്തെ. ആരാളാ ഞാൻ.
ധ്യാൻ ചേട്ടന്റെ ഉപദേശം കേൾക്കാൻ വേണ്ടി ആരെങ്കിലും വിളിക്കാറുണ്ടോ? എടാ ഞാനിങ്ങനെ പെട്ടിരിക്കുക എന്നൊന്നും. എന്താ ശാലു എന്താ ചിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ ഇവനെ എയർപോർട്ടിൽ വെച്ച് കണ്ടു. എയർപോർട്ടിൽ വെച്ച് കണ്ടുകൊണ്ട് ഇവൻ എന്നെ ആദ്യമായി കാണുന്ന ഒരു സന്തോഷവും ഇതും. അപ്പൊ ഞാൻ തിരിഞ്ഞു പെട്ടെന്ന് ഞാൻ ഇവനെ കണ്ടപ്പോ നീ എന്താ എന്നെ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്ന രീതിയിലുള്ള സന്തോഷം. അപ്പൊ അവനോട് പറയാ, ഞാൻ ചേട്ടനെ പറ്റി ഇപ്പൊ ആലോചിച്ച് ചേട്ടനെ ഇതാക്കാൻ വേണ്ടി. അപ്പൊ ഇവനെന്നെ ഉപദേശം അന്വേഷിച്ചിട്ട് വിളിക്കാതിരുന്നത്ര. അപ്പൊ ഞാനതാ ഞാൻ ആക്ച്വലി കണ്ടിട്ടില്ല കോളേജിന്റെ സമയത്ത്. പക്ഷെ ഇതുപോലെ ഉപദേശം തേടി വന്നു. എന്ത് ഉപദേശം കൂടെ ചോദിക്കട്ടോ? എന്താ ഉപദേശം? അല്ല ഷാജു എന്താന്ന് അറിയണം ഞാൻ. ഇല്ല, ഉപദേശമൊന്നുമില്ല. ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്ക് ധ്യാൻ ചേട്ടനെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാല് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കും. അറിയാറ് നമുക്കൂടെ ഇടയ്ക്ക് വിളിക്കാം. സിനിമകൾ ഒരു വിഷമഘട്ടത്തിൽ വന്നപ്പോ ഞാൻ സമാധാനിപ്പിച്ചിട്ടില്ലേ? ഞാൻ ലേഡീസിലാണ് കൂടുതൽ. ഇവ വിളിച്ചപ്പോ എടുത്തില്ല. പക്ഷെ അങ്ങനെ ഒരാളുള്ളത് നല്ലതല്ല. നമുക്കൊരു പ്രശ്നം വന്ന തമാശക്കാണെങ്കിലും ഒരാളിങ്ങനെ വിളിച്ച് സമാധാനം പറയുമ്പോ ഒരു സന്തോഷമല്ലേ? അത് ഒരു കാലയളവ് മൊത്തം ചെയ്തിരുന്ന ആളാണ് ഞാൻ. കോളേജിലൊക്കെ പഠിക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ആ സമയത്ത് പ്രണയം എന്തൊക്കെ ഉണ്ട്. ഈ പ്രണയബന്ധം ഉള്ളതുകൊണ്ട് സമയത്ത് തന്നെ ഇപ്പം ഞാൻ സ്നേഹിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ കൂട്ടുകാരികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ പല പല ഘട്ടങ്ങൾ വരുന്ന സമയത്ത് എന്നുവെച്ചാൽ അവരെന്തെങ്കിലും ബ്രേക്കപ്പോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വരുന്ന സമയത്ത് ഞാൻ വെറുതെ സുഖമല്ലടി പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും. എന്ത് സുഖം? അറിഞ്ഞിട്ടാ വിളിക്കണേ, അറിഞ്ഞിട്ടാ മെസ്സേജ് അയക്കണേ. എന്ത് പറ്റി? ഇല്ല ഒന്നും പറയണ്ടടാ, ഞാൻ വിളിക്കാം വിളിച്ചിട്ട് അവരൊരു സമാധാനിപ്പിക്കുമ്പോഴില്ലേ നമുക്കൊരു ആശ്വാസ, നമുക്കൊരു സമാധാനം കിട്ടും. ചില രീതിയിൽ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടില്ല, ഞാൻ ആലോചിച്ചിട്ടില്ലേ? വെറുതെ ഒരാളെ മോട്ടിവേറ്റ് ചെയ്ത് വിടുക. ഇപ്പൊ ഞാൻ ചെയ്യാറില്ല. ഇപ്പൊ ഇതേപോലെ ആന്റിമാരെയൊക്കെ എന്നെ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്, അവനെ ശ്രദ്ധിച്ചോണോ, എന്റെ സ്ഥാനം നിനക്ക് മോക്ക് തന്നേക്കുവാന്ന് പറഞ്ഞേക്കുന്നത്. അമ്മയെ പോലെ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് ഇപ്പൊ ബേസിലേട്ടനോട് എന്ത് ഉപദേശം കൊടുക്കാനുള്ളത്? ആർക്കാ? ബേസിലേട്ടന്. അവനെന്ത് ഉപദേശിക്കാൻ? അവനല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്, അവിടെ കിട്ടിക്കൊണ്ടിരിക്കണെന്നല്ലേ? ഓക്കെ, അപ്പം ഐഡി എന്ന് പറഞ്ഞ മൂവി ദ ഫേക്ക് എന്നാണ് ആ ടൈറ്റിൽ. അതുകൊണ്ട് ഞാൻ ചോദിക്കാം, ഈ ഫേക്ക് എന്ന് പറയുമ്പം അതിനെന്താ മലയാളം? ഫേക്ക് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, കപടമായിട്ടുള്ള ഒരു വ്യാജമായിട്ടുള്ള. അപ്പൊ ഇപ്പൊ ഷാജോൻ ചേട്ടന്റെ ലൈഫിൽ അങ്ങനെ നമ്മളുടെ അടുത്ത് ചിരിച്ചു കളിച്ച് സംസാരിക്കും, ബട്ട് അങ്ങനെയല്ല ശരിക്കുള്ള ആൾ. അങ്ങനെ ഷാജോൻ ചേട്ടന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ ആൾക്കാരെ? അല്ല, ഞാൻ അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. ഒരുപാട് പേരുണ്ടാവും, പക്ഷെ ഞാൻ ആ സമയത്ത് എങ്ങനെയാണോ അതേപോലെ നമ്മളും സന്തോഷമായിട്ട് ഇരിക്കുക പോവാന്നുള്ളത്. ഞാൻ പിന്നീട് അവർ റിയൽ ആണോ അവർ ഫേക്ക് ആണോ എന്ന് ആലോചിച്ച് എൻ്റെ സമയം കളയാറില്ല ഞാൻ. പിന്നെ മനസ്സിലായില്ല. പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് ആരുടെയും ലൈഫിലോട്ട് അങ്ങനെ ഒരുപാട് കടന്നു ചെല്ലുന്ന ഒരാളല്ല. എൻ്റെ ലൈഫിലോട്ടും അങ്ങനെ ആരും വരാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ള സമയത്ത് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക അതാ നല്ലത്. പ്രത്യേകിച്ച് തീർച്ചയായും. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ അങ്ങനെ റിയൽ ആയിട്ടുള്ളവരെ കാണുക എന്ന് പറയുന്നത് വളരെ റെയറാണ്. അപ്പൊ നമ്മൾ അങ്ങനെ തെരഞ്ഞു നടന്നിട്ട് കാര്യമില്ല, കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല, ഫേക്ക് ആയിരിക്കും. അല്ല, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് തന്നെ, അല്ലെങ്കിൽ ഇതുപോലെ സിനിമ പോലത്തെ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ കാണുന്ന ഉദാഹരണത്തിന് താങ്കൾ, നമ്മളിപ്പോ ഒരു പരിപാടിക്ക് വരുന്നു, നമ്മളോട് എല്ലാവരും ചിരി സന്തോഷത്തോടെ ചിരിച്ചു സംസാരിക്കുന്നു, നമ്മളോടെല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു. ആരും വന്നിട്ട് നമ്മളടുത്ത് എന്താ പറയണ്ടേ, നമ്മൾ ഇഷ്ടമില്ലാത്ത ആൾക്കാർ വരെ നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോലും നമ്മൾ ചിലപ്പോ ചിരിച്ച് കളിച്ചിട്ടൊക്കെ സംസാരിക്കും. ചിലപ്പോ നമ്മൾ പോലും അങ്ങനെയുള്ള സാഹചര്യത്തിന് നമ്മൾ എത്രത്തോളം ഒറിജിനൽ ആവുന്നുണ്ടെന്നുള്ള അല്ലേ, നമ്മളും ചില സമയത്ത് ഫേക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ഫേക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. പിന്നെ പ്രത്യേക സിനിമയും കൂടെ ആണ്, നമ്മൾ ക്യാമറയുടെ മുന്നിൽ അതിനൊക്കെ കഴിഞ്ഞും കൂടുതൽ പുറത്താണ് നമ്മൾ അഭിനയിക്കേണ്ടി വരും അല്ലേ? അതൊരു വലിയൊരു പ്രശ്നമാണ്. ആണ് സ്മിനി ചേച്ചി? പ്രശ്നമാണെന്നുള്ളതല്ല. ഇപ്പം നമ്മളിപ്പോ ഒരാളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നതുകൊണ്ടോ അയാളോട് സന്തോഷമായിട്ട് സംസാരിക്കുന്നതുകൊണ്ടോ
അത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. അയാൾക്ക് നമുക്ക് സന്തോഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഫേക്ക് ആകുന്നതിൽ കുഴപ്പമില്ല. മനഃപൂർവ്വം നമ്മുടെ ഒരു കാര്യസാധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫേക്ക് ആകുമ്പോഴാണ് അത് പ്രശ്നമാകുന്നത്. അപ്പം നമ്മൾ ഒരാളെ പറഞ്ഞ് എന്തെങ്കിലും പറ്റിക്കുമ്പോഴോ നമുക്ക് എന്തെങ്കിലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഒരാളുടെ മുമ്പ് ഫേക്ക് ആകുമ്പോഴാണ് അത് കുഴപ്പമാകുന്നത്. അതല്ലെങ്കിൽ ഞാനുണ്ട് സുഖമല്ലേ, ഭക്ഷണം വല്ലതും കഴിച്ചോ, അന്ന് വീട്ടിലെല്ലാവരും അന്വേഷണം പറയണം കേട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ പോയി കഴിയുമ്പോൾ അയാൾ ഇയാൾ കൊള്ളാലോ, എൻ്റെ വീട്ടുകാരെയൊക്കെ അന്വേഷിച്ചല്ലോ, അയാൾ എന്നെ പറ്റിയൊക്കെ ചോദിച്ചല്ലോ, ഞാൻ വിചാരിക്കും ഇയാൾ ജാടയാണ്, ഇയാൾ കൊള്ളാൻ കേട്ടപ്പോൾ അയാൾ ഒരു 10 പേരോട് നമ്മളെ പറ്റി അത് പറയും. അതൊരു വളരെ പോസിറ്റീവ് സെൻസിൽ എടുത്താൽ മതി. അപ്പൊ അത് അങ്ങനെ ഫേക്ക് ആവുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും. അതെ അതെ. ഇപ്പൊ നമ്മൾ അന്ന് കണ്ടപ്പോഴും ധ്യാൻ ചേട്ടനെ നോക്കി ചിരിച്ചായിരുന്നു. എന്നെ അറിഞ്ഞിട്ടല്ലോ ചിരിക്കുന്നത്, പക്ഷെ അതെനിക്ക് സന്തോഷം. ധ്യാൻ ചേട്ടൻ എന്നെ നോക്കി ചിരിച്ചു, സന്തോഷമുള്ളത്. അതിപ്പോ എനിക്ക് മനസ്സിലായി അതൊരു ഫേക്ക് ചിരിയായിരുന്നു എന്നുള്ളത്. പിന്നെ ശ്രീനിവാസൻ സാർ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ആള് ഒരുപാട് പേര് പ്രവചിച്ചിട്ടുണ്ട് അവാർഡ്സ് കിട്ടും, അങ്ങനെ ശരിക്കും നടന്നിട്ടുണ്ട്. അതുപോലെ ധ്യാൻ ചേട്ടൻ അങ്ങനെ ആരെങ്കിലും പ്രവചിച്ച് അങ്ങനെ നടന്നിട്ടുണ്ടോ? അവാർഡ് കിട്ടുന്നു. ശ്രീനേട്ടനെ പ്രവചിച്ച ആളെ തപ്പി നടക്കുക, എന്നെ കൂടി ഒന്ന് പ്രവചിപ്പിക്കാമെന്ന് ചോദിച്ചിട്ട്. കച്ചൻ കഴിഞ്ഞ ദിവസം പ്രവചിച്ചു എന്ത് കിട്ടുമെന്ന്. എന്താ പ്രവചിച്ചു? ഇങ്ങനെ പോയാ നാട്ടുകാരെ നല്ല അവാർഡ് കിട്ടുന്നു, നല്ല അവാർഡ് കിട്ടുന്നു നാട്ടുകാരുടെ അടുത്തുനിന്ന്. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം അച്ഛനൊരു പുസ്തകത്തിന്റെ ഇതിന്റെ അടിക്കുറിപ്പ് തന്നെ അതിനാണ്. അന്ന് പടച്ചോന്റെ തിരക്കഥകളോ അന്ന് അച്ഛനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, കൈരളി ബുക്സ് ഏതോ ഒന്ന് മറന്നുപോയി. അതിനകത്ത് എഴുതിയിട്ടുള്ള ഞാൻ ചെയ്യാത്ത 500ഓളം സിനിമകളാണ് മലയാള സിനിമയ്ക്ക് ഞാൻ നൽകിയ സംഭാവന എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം അതിനെന്തോ ചേട്ടൻ പറഞ്ഞു, ആ സിനിമകളാണ് അച്ഛാ ഇപ്പൊ അവൻ ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ ഡയലോഗില്ലേ, അച്ഛന്റെ മറ്റേ 6 വർഷം അച്ഛന് വേണ്ടി ത്യാഗം ചെയ്ത മകനാണ് ഞാൻ. പക്ഷെ എനിക്ക് വിനീതേട്ടന് ഭയങ്കര ഇഷ്ടാട്ടോ. ആണോ? വിനീതേട്ടനെ പറയണേ. ധ്യാനൂട്ടനെ ഇഷ്ടമല്ല. ധ്യാൻ ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതാണ് ഫേക്ക്. ധ്യാൻ ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ചോദിച്ചു നോക്ക് ഇവരോട്. പോയി ഒരാൾ ഓടിയപ്പോഴേ അവൻ തിരിഞ്ഞ് നടന്നു കളഞ്ഞു. ഷാജോൻ ചേട്ടൻ ഇഷ്ടമാണോ? എനിക്ക് ഷാജു ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണോ? എനിക്ക് നിങ്ങളെ 4 പേര് ഇഷ്ടം. അത് എന്താ അറിയോ, ഓരോരുത്തർക്കും ഓരോ കാറ്റഗറിയാ. ഞാനൊരു കാര്യം പറയട്ടെ, ധ്യാൻ ചേട്ടനെ എന്തുകൊണ്ട് ഒറിജിനൽ ആയിട്ട് എന്റെ മുഖത്തേക്ക് നോക്കുക. ഞാനൊരു സത്യസന്ധമായിട്ട് നിൽക്കുന്ന റൂമിൽ നിനക്ക് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ ധ്യാൻ ചേട്ടൻ, ധ്യാൻ ചേട്ടൻ. പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ മെയിൻ ലീഡർ ഉണ്ട്. മെയിൻ ലീഡർ എന്ന് വെച്ചാൽ എന്റെ മുതലാളിയുടെ മുതലാളി, ഐ മീൻ മാനേജർ എന്റെ അടുത്ത് പറഞ്ഞു, വിളിച്ച ഇന്റർവ്യൂ തുടങ്ങിയല്ലേ ഉള്ളൂ, ധ്യാനിന് ഇന്റർവ്യൂ എടുക്കൂന്ന്. അത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആള് വരെ ധ്യാൻ ചേട്ടനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ശരിയാന്നല്ലേ? അതല്ല, സംഭാവന കിട്ടാനാ, സ്നേഹം കൊണ്ടല്ല. നന്ദിയാണ്. ഞാനും ആ ചാനൽ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഷാജു ചേട്ടൻ, ഞാൻ ഷാജു ചേട്ടൻ അടുത്ത് അങ്ങോട്ട് വന്ന് സംസാരിച്ചില്ലേ, സുഖാണെന്നൊക്കെ ചോദിച്ചില്ലേ, കണ്ടോ? ഇല്ല. അപ്പൊ നമ്മള് ഫേക്ക് എന്ന് പറഞ്ഞ മൂവി ഞാൻ അരുൺ ചേട്ടനായിട്ട് സംസാരിച്ചായിരുന്നു. ഞാൻ അപ്പൊ അതില് ഡയറക്ടർ പറഞ്ഞത്, ധ്യാൻ ചേട്ടൻ ചെയ്തിട്ടുള്ള മൂവീസിനേക്കാളും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു മൂവി ആയിരിക്കും ഇത്. കരിയറിൽ തന്നെ ഒരു ചേഞ്ച് തന്നെ ആരിലേക്ക് ആ ഒരു ക്യാരക്ടർ അല്ലേ? അവന്റെ കരിയറിലോ? അല്ല, ധ്യാൻ ചേട്ടന്റെ. ഐ മീൻ ധ്യാൻ ചേട്ടൻ ഒരു പ്രത്യേക ഒരു റോളാണ് ചെയ്തിരിക്കുന്നത്. അതുപോലത്തെ ഒരു റോൾ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല, അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ? അങ്ങനെ അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. ഇല്ല, പടം ഞാൻ കണ്ടായിരുന്നു ചേട്ടാ. ചേട്ടൻ ഡിഫറെന്റ് ക്യാരക്ടർ ചെയ്തേക്കുന്നത്. വീട്ടിൽ പോയിട്ട് ഞാൻ കണ്ടേ. ഞാൻ കണ്ടു. ഞാൻ അരുൺ ചേട്ടന്റെ അടുത്ത് പോയി കണ്ടപ്പോഴത്തേക്ക് ചേട്ടന്റെ ഡിഫറെന്റ് ക്യാരക്ടറാണ്. ട്രസ്റ്റ് മീ. സുരേഷ് എന്നോട് പറഞ്ഞു, ചേച്ചി പ്രിയമ്പ നല്ല ധ്യാനൂട്ടന്റെ ഡിഫറെന്റ് ക്യാരക്ടറാണ്, ഡിഫറെന്റ് ഫേസ് ആണ്. ധ്യാൻ ചേട്ടൻ ഇതിൽ അഭിനയിച്ചേക്കണ എന്തെങ്ങനെ നോക്കുന്നത്? ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ചധികം അഭിനയിച്ചേ, അതെനിക്ക് ഓർമ്മയില്ലെന്നൊക്കെ. മലയാളികളുടെ പ്രിയ നടനും എഴുത്തുകാരനും ഒക്കെയായ ശ്രീനിവാസന്റെ മക്കളാണ് വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും. രണ്ടുപേരും അച്ഛന്റെ പാത പിന്തുടർന്ന് സിനിമയിലേക്ക് എത്തിപ്പെട്ടവരാണ്. ഇതിടെ ധ്യാൻ ശ്രീനിവാസൻ നൽകിയ അഭിമുഖങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു.
ജീവിതത്തിൽ സംഭവിച്ച രസകരമായ കാര്യങ്ങളാണ് പലപ്പോഴും ഇന്റർവ്യൂകളിൽ ധ്യാൻ തുറന്നു പറയാറുള്ളത്. രസകരമായി കഥകൾ പറയുന്ന, ഉരുളയ്ക്കുപ്പേരി പോലെ കൗണ്ടറുകൾ എറിയുന്ന ധ്യാനിന്റെ അഭിമുഖങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട്.